ആലിലത്താലി. രചന മുഹമ്മദ് റാഫി. അവതരണം സൽസാ മുസ്തു. പെട്ടെന്ന് നന്ദുസേ, എൻ്റെ ശബ്ദം കേട്ടതും അവൾ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. ജിത്തേട്ടൻ എണീറ്റോ? ആ, കുറച്ച് സമയമായി. നിന്നെ കാണാതായപ്പോൾ ഇവിടേക്ക് ഇറങ്ങിയതാണ്. ഞാനിപ്പോൾ ചായ എടുക്കാട്ടോ. നന്ദുസേ, എന്താ ഇത്തേട്ടാ? നിനക്ക് എന്ത് പറ്റി വേണേ? ഞാൻ പോകുമ്പോൾ കണ്ട ആളല്ലല്ലോ നീ ഇപ്പോൾ. എപ്പം നോക്കിയാലും ഒരു മൗനവും കണ്ണീരും മാത്രം. എന്നോട് വാത്തോരാതെ സംസാരിക്കുന്ന നീ ഞാൻ വന്നതിന് ശേഷം ചോദിക്കുന്നതിന് ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി പറയുന്നു. എന്താണ് നിനക്ക് പറ്റിയേ? ഹേയ്, ഒന്നുമില്ല ചിത്തേട്ടാ. ചിരിച്ച് കളിച്ച് നടക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ മനസ്സ് അനുവദിക്കാത്ത പോലെ. എത്രയെന്ന് വെച്ചാൽ മനസാക്ഷിക്ക് മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ച് നിൽക്കുക. ഇടയിലുള്ള സ്വരത്തോട് അവളെ സംസാരം കേട്ടതും എൻ്റെ ഉള്ളൊന്ന് പെടഞ്ഞു. എനിക്ക് ചായ തന്നിട്ട് നീ പോയി റെഡിയായി വായോ, നമുക്ക് അമ്പലത്തിലേക്കൊന്ന് പോകാം. ഭഗവാനൊന്ന് കണ്ടുവന്ന നിന്റെ മനസ്സ് ഏറെക്കുറെ ഓക്കെ ആവും. അത് പറഞ്ഞതും കേൾക്കാൻ ആഗ്രഹിച്ച പോലെ അവളെ മുഖത്തൊരു തെളിച്ച പ്രകാശം. കുറച്ചു മുമ്പേ അവൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കാര്യമായിരുന്നു ഭഗവാന് മുമ്പിലൊന്ന് പോരുന്നതിലെന്ന്. അപ്പോഴേക്കും ജിത്തേട്ടനത് മനസ്സിലാക്കിയതുപോലെ ഇങ്ങോട്ട് പറഞ്ഞതും അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഒരുപാട് സ്നേഹിച്ചിട്ടും ജിത്തേട്ടൻ വന്നത് മുതൽ മൗനം കൊണ്ട് ഞാൻ പാവത്തിനെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും അതൊന്നും മനസ്സിൽ വെക്കാതെ പിന്നെയും പിന്നെയും സ്നേഹിക്കുന്നത് കാണുമ്പോൾ കണ്ണു നിറയും പോലെ. ഡി പെണ്ണെ, ഇങ്ങനെ നോക്കി നിൽക്കാതെ പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. ഞാനത് പറഞ്ഞത് പെണ്ണ് വേഗം റൂമിലേക്ക് പോയി. അപ്പോഴേക്കും ഞാനും റെഡിയാവാനായിപ്പോയി. കസവ് സാരി ഭംഗിയിലെടുത്ത് അരയോളം മുടി വിടർത്തിയിട്ട് അവൾ വരുന്ന കാഴ്ച ഞാൻ കണ്ണിറയെ നോക്കി കാണുകയായിരുന്നു. എൻ്റെ അരികിലെത്തിയതും പെണ്ണ് അത്ഭുതത്തോടെ എന്നെ ഒന്ന് നോക്കി. എന്തടി നീ ഇങ്ങനെ നോക്കുന്നേ? ഇപ്പം ജിത്തേട്ടനെ കാണാൻ എന്തൊരു ഭംഗിയാ. പോകുന്ന വഴി പെൺകുട്ടികളൊന്നും കണ്ണു തട്ടാതിരിക്കട്ടെ. ഊതല്ല മോളെ, നിന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ നിനക്കൊപ്പം പിടിച്ചു നിൽക്കാൻ ഇത്രയെങ്കിലും വേണ്ടേ? എന്നെ കളിയാക്കാതെ ഇറങ്ങാൻ നോക്ക്. നിൽക്ക്, ഞാൻ എൻ്റെ പാറൂട്ടിയോട് ഒന്ന് പറഞ്ഞു വരട്ടെ. അതും പറഞ്ഞുകൊണ്ട് ജിതി നേരെ പാറൂമ്മയ്ക്ക് അരികിലേക്ക് നടന്നു. പാറൂട്ടി, ഞാൻ നന്ദുവിൻ്റെ കൂടെ അമ്പലത്തിൽ പോയി വരാട്ടോ. ഭഗവാനോട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ പോയി പറഞ്ഞോളാം. അധികമൊന്നും പറയാനില്ലേ. ഉടനെ തന്നെ എനിക്കൊരു മുത്തശ്ശിയാവണം. അത് ഈ അമ്മയുടെ വലിയൊരു ആഗ്രഹമാണ്. നടന്നത് തന്നെ. അത് ഞാൻ മനസ്സിൽ പറഞ്ഞു. ഭഗവാനെ മാത്രം വിചാരിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ, ആ കാണ്ടാമൃഗം കൂടെ വിചാരിക്കണ്ടേ. പിന്നെ എൻ്റെ ഈ തെമ്മാടിയുടെ പെണ്ണിനെ ഒന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് കാണിച്ചു തരണം എന്നോട് പറഞ്ഞേക്ക്. പാറുമ്മത് പറഞ്ഞ് കഴിയുമ്പോഴേക്കും നന്ദ അമ്മക്കരികിലെത്തിയിരുന്നു. ദാ, എൻ്റെ മോളെ നോക്കണം കേട്ടോ. ഇതുപോലെ തന്നെ ഇങ്ങ് കൊണ്ടുവന്ന് തന്നേക്കണം. അവളെ കൈകൾ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പാറുമ്മത് പറയുമ്പോൾ നന്ദയുടെ ഉള്ളിലും സന്തോഷം നിറഞ്ഞിരുന്നു. ഹോ, ഉത്തരവ് പോലെ. ഇങ്ങോട്ട് തന്നെ വന്നേക്കാട്ടോ. അമ്മയോട് അത്രയും പറഞ്ഞുകൊണ്ട് അവർ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. ഇതിപ്പോൾ നീടുള്ളത് കൊണ്ടാണ് പെണ്ണെ ആൺപിള്ളേരൊക്കെ എന്നെ കുശുമ്പോടെ നോക്കുന്നത്. ഇതുപോലൊരു ചെക്കൻ എങ്ങനെ ഈ സുന്ദരി പെണ്ണിനെ കിട്ടിയതാവും അവർ ചിന്തിക്കുന്നേ. ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളും നോട്ടത്തിന് കുറവൊന്നുമില്ല. രാവിലെ തന്നെ എൻ്റെ കൂടെ ഇത്രയും സുന്ദരനായ അമ്പലത്തിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയത് വായി നോക്കാനല്ലേ ജിത്തേട്ടാ? പൊടി, എനിക്ക് വായി നോട്ടം എന്താണെന്നും കൂടി അറിയില്ല. പിന്നെ മനസ്സിലൊരാൾ കയറിപ്പറ്റിയത് കൊണ്ട് ഇനി നോക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ആരാ ജിത്തേട്ടാ ഭാഗ്യം ചെയ്ത പെണ്ണ്? കഴിഞ്ഞ തവണ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. എന്നോട് ഇപ്പോഴെങ്കിലും ഒന്ന് പറ പ്ലീസ്. അത് പറഞ്ഞിരുന്നത് പേരിൽ കാണുന്നതല്ലേ പെണ്ണെ. സമയമാകുമ്പം ഞാൻ നിനക്ക് കാണിച്ചു തരാം കേട്ടോ. ഓ, ഇത്രയും ചാടിയാണെങ്കിലേ എനിക്ക് കാണണ്ട. സ്നേഹം ഉണ്ടെങ്കിൽ കാണിച്ചു തരും. ഈ കാര്യത്തിൽ എനിക്ക് ഇച്ചിരി സ്നേഹം കുറവാണെന്ന് തന്നെ കരുതിക്കോ. ജിതിന് നേരെ മുഖം വീർപ്പിച്ചുകൊണ്ട് അവൾ മുമ്പിൽ നടക്കാൻ തുടങ്ങിയതും അവളെ കുറുമ്പ് പിടിച്ചുള്ള ഭാവവും ഒരു തോരാത്ത തന്നോട് സംസാരിക്കുന്ന പഴയ നന്ദയിലേക്ക് അവൾ മാറിയത് ഓർത്ത് എൻ്റെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു. ഇതേ നന്ദസേ, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ശരി എന്ന് വെച്ചേ ഈ കണ്ണുകൾ ഒരുപാട് അങ്ങോട്ട് നിറയരുത് കേട്ടോ. ഈശ്വരൻ്റെ മുമ്പിലാണെങ്കിൽ പോലും നിൻ്റെ കണ്ണുകൾ നിറയുന്നത് കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റിലാണ് പെണ്ണേ. ഇവിടെ വരുമ്പോഴല്ലേ ചിത്തേട്ടാ എൻ്റെ മനസ്സിൻ്റെ ഭാര്യ ഇറക്കി വെക്കാൻ പറ്റൂ. അതുകൊണ്ട് കുറച്ച് സമയം കണ്ണടച്ച് നിന്നാൽ മതി. അപ്പം എൻ്റെ കണ്ണീർ കാണില്ലല്ലോ. ഹോവ്, നല്ല ബുദ്ധി. വേഗം പ്രാർത്ഥിച്ച് വരാൻ നോക്കടി. അതും പറഞ്ഞ് അവളെ തലക്കൊരു കൊട്ടും കൊടുത്തുകൊണ്ട് ഞാൻ മാറി നിന്നു. അവൻ പോകുന്നത് ഒരു ചാരിയിൽ നോക്കി നിന്നുകൊണ്ട് നന്ദ ഭഗവാന്റെ മുമ്പിൽ കൈകൾ കൂപ്പി നിന്നു. ഭഗവാനെ, നീ എനിക്ക് വേണ്ടി സമ്മാനിച്ച ഈ ഒരു സ്നേഹത്തിൻ്റെ മുമ്പിൽ ഈ പെണ്ണ് എന്നും തോറ്റുപോയിട്ടേ ഉള്ളൂ. ആരും മനസ്സിലാക്കാത്ത എന്നെ കണ്ട നാൾ മുതൽ ചേർത്ത് പിടിച്ച ചിത്തേട്ടൻ്റെ സ്നേഹം എന്നും ഇതുപോലെ എനിക്ക് തരണം കേട്ടോ. കാരണം ആ സ്നേഹം കൂടി എനിക്ക് നഷ്ടമായ പിന്നെ നന്ദ ഈ ഭൂമിയിൽ വെറും ഒരു പായ് ജന്മമായി പോവും. നിൻ്റെ മുമ്പ് വന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് എൻ്റെ ഉള്ളൊന്ന് ശാന്തമാവുന്നത്. എന്നും നിന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഇനിയും നിൻ്റെ മുമ്പ് വന്ന് പറഞ്ഞ് ഞാൻ ശല്യം ചെയ്തില്ല. യദുവേട്ടൻ്റെ സ്നേഹം അതെന്നിൽ വന്ന് ചേരാനുള്ളതല്ലെന്ന് 1000 ആവർത്തി എനിക്ക് മുമ്പിൽ തെളിയുമ്പോഴും വീണ്ടും വീണ്ടും ആ സ്നേഹത്തിന് വേണ്ടി എൻ്റെ ഹൃദയം കൊതിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. മരണം വരെ എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ കൂടെ കാണുമെങ്കിലും ഇനിയും ആ സ്നേഹം മോഹിച്ച് ഞാൻ നിനക്ക് മുമ്പിൽ നിൽക്കില്ല കേട്ടോ. എൻ്റെ ഭഗവാനും അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല.
യദുവേട്ടൻ എന്നിൽ കാണുന്ന വലിയൊരു തെറ്റ് നിനക്ക് മുമ്പിൽ മാപ്പർഹിക്കാത്ത ഒന്നായിരിക്കാം. വിലയിട്ട് നേടിയ താലി, അതിലൊന്നും മോഹിക്കുന്നില്ല ഈ പെണ്ണ്. ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ കുഴിച്ചു മൂടി ആ വീട്ടിലെ 4 ചുവരുകൾക്കുള്ളിൽ ജീവിച്ചു തീർത്തോളാം. ഇനിയുള്ള കാലം അത്രയും. അതിനുള്ള ഭാഗ്യം മാത്രം നീ എനിക്ക് തന്നാൽ മതി. എൻ്റെ യദുവേട്ടന് നീ കൊടുത്ത വേദന അതെത്രയും പെട്ടെന്ന് മാറ്റിക്കൊടുക്കേണ്ട ഈശ്വര. ഇടയ്ക്ക് വേദന കൊണ്ട് പിടയുന്ന കണ്ണുകൾ എന്നെ കൊല്ലാതെ കൊല്ലുന്ന പോലെ തോന്നുക. എനിക്ക് നീ വേദനകൾ തന്നു, എൻ്റെ ഏട്ടന് നീ അത് നൽകരുത് ഭഗവാനെ. യദുകൃഷ്ണൻ രോഹിണി നക്ഷത്രം. തിരുമേനിയുടെ ശബ്ദം കേട്ടതും അവൾ നിറമിഴികൾ തുടച്ചുകൊണ്ട് ആ പ്രസാദം കയ്യിലേക്ക് വാങ്ങി. എന്തിനാ കുട്ടി കരയുന്നേ? ജീവിതത്തിൽ കുന്നോളം സങ്കടങ്ങളുണ്ടെന്നറിയാം. ഇനിയും കിടപ്പുണ്ട് ഒത്തിരി വേദനകൾ. എങ്കിലും ആ വേദനയിൽ നിന്നെല്ലാം നിനക്ക് തണലേകാൻ ഒരു രക്ഷകൻ കൂടെയില്ലേ? ഒരിക്കലും കൈവിടില്ല. ആ പുണ്യം കൂടെ തന്നെ കാണും. നന്ദുസേ, പോവാം. തിരുമേനിയുടെ വാക്കുകൾ കേട്ട് നിൽക്കെ ജിത്തു അവളെ വിളിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നതും ഈശ്വരൻ തനിക്ക് സമ്മാനിച്ച പുണ്യം എത്ര വലുതെന്ന് ഓർത്തുപോയി അവൾ. പോവാം. അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ നെറ്റിയിലേക്ക് അവൾ പ്രസാദം ചേർത്തി. വേദനിപ്പിച്ച് കൊന്നാലും അവന് വേണ്ടിയുള്ള വഴിപാടൊന്നും മുടക്കരുത് കേട്ടോ. കയ്യിലിരിക്കുന്ന പ്രസാദത്തിലേക്ക് നോക്കിക്കൊണ്ടായിരുന്നു ഞാനത് പറഞ്ഞത്. ഇതിപ്പോൾ എന്തിനായിരുന്നു? അന്ന് ആക്സിഡൻ്റ് അതിൻ്റെ മുമ്പിൽ അങ്ങനെ വന്നപ്പം നേർച്ചാക്കിയതാണ്, ദീർഘായുസിന് വേണ്ടി. അത് നല്ലതാണ്. നിന്നെ വേദനിപ്പിക്കാൻ ആയുസ്സാരോഗ്യമൊക്കെ വേണമല്ലോ അവന്. ഞാനത് പറഞ്ഞതും പെണ്ണ് എന്നെ ഒന്ന് കൂർപ്പിച്ച് നോക്കി പേടിപ്പിക്കേണ്ട, വരാൻ നോക്ക്. അതും പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ നേരാണ് അല്പം പ്രായം ചെന്നൊരു സ്ത്രീ ദൂരെ നിന്ന് തന്നെ നന്ദക്കൊരു ചിരി സമ്മാനിച്ചുകൊണ്ട് നടന്നു വരുന്നത് കണ്ടത്. ഇതാര്? നന്ദക്കുഞ്ഞോ? കുറേ നാളായാലും മോളെ ഇതുവഴിയെല്ലാം കണ്ടിട്ട്. അല്ലെങ്കിൽ സ്ഥിരം ഭഗവാന് മുമ്പിൽ വരുന്ന മോളാണ്. വീട്ടിലെ ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ ഒറ്റയ്ക്കല്ലേ വീട്ടിലതുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ വല്ലപ്പോഴേ വരാറുള്ളൂ. ജിത്തേട്ടാ, ഇതെൻ്റെ അമ്മയുടെ കൂട്ടുകാരിയാണ് കേട്ടോ, പേര് നളിനി. അവരെ എനിക്ക് മുമ്പിൽ അവൾ പരിചയപ്പെടുത്തി തന്നതും ഒരു ചിരിയാലെ ഞാൻ അവരെ ഒന്ന് നോക്കി. ഇതാണല്ലേ നന്ദക്കുഞ്ഞിൻ്റെ ഭർത്താവ്? നിങ്ങളെ വിവാഹത്തിന് ചേച്ചി ഇവിടെ ഇല്ലായിരുന്നു. മോനെ, വിവാഹം കഴിഞ്ഞെന്ന് കേട്ടപ്പോൾ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടുപേരെയും ഒരുമിച്ചൊന്ന് കാണാൻ. എന്തായാലും അത് ഈശ്വരൻ്റെ സന്നിധിയിൽ വെച്ച് തന്നെ ആയല്ലോ. ഒരുപാട് സന്തോഷം എനിക്ക്. രണ്ടാക്കും ഭഗവാന്റെ അനുഗ്രഹം ഒന്നും ഉണ്ടാവട്ടെ. അയ്യോ ചേച്ചി, ഇതെൻ്റെ... അവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ തിരിഞ്ഞ നന്ദയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കരങ്ങൾ അവളുടെ കയ്യിൽ പിടിമുറുക്കിയതും ഒരു ഞെട്ടലോടെ അവൾ എന്നെ നോക്കുമ്പോൾ വേണ്ടെന്നർത്ഥത്തിൽ ഞാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥമെന്തെന്നറിയാതെ പെണ്ണ് എന്നെ തന്നെ നോക്കിയതും ഞാൻ വേഗം മുഖം തിരിച്ചു നിന്നു. തുടരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. ബൈ.